2024 അവസാനിക്കുമ്പോൾ കേരളത്തിലെ കോടീശ്വരന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കൻ ബിസിനസ് മാഗസിനായിട്ടുള്ള ഫോബ്സ് പുറത്തുവിട്ട കേരളത്തിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന 14 കോടീശ്വരന്മാരിൽ ആദ്യ 10 പേരെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ 14 പേരുടെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് 47.8 ബില്യൺ US അഥവാ 3.35 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ ഇനി 2024 ആ 10 കോടീശ്വരന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. തൃശ്ശൂരിലെ ഒരു കർഷക കുടുംബത്തിൽ 1950 കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ജനനം. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ സൂപ്പർവൈസറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. നിലവിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സ്ഥാപക ചെയർമാനാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. അമ്യൂസ്മെന്റ് പാർക്കായ വണ്ടർല ഹോളിഡേയ്സ് ലിമിറ്റഡ്, വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വി സ്റ്റാർ ക്രിയേഷൻസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ ഇപ്പോൾ വി-ഗാർഡ് ഗ്രൂപ്പിൻ്റെതായി പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ 2024 ആസ്തി എന്ന് പറയുന്നത് 1.6 ബില്യൺ US അഥവാ 13,280 കോടി രൂപയോളമാണ്. SD ഷിബുലാൽ. ഇൻഫോസിസിന്റെ 7 സ്ഥാപകരിൽ ഒരാളായ SD ഷിബുലാൽ 1950 ആലപ്പുഴ ജില്ലയിൽ ജനിക്കുന്നത്. മുഹമ്മയിലെ സർക്കാർ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് അമേരിക്കയിലെ ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ MS കരസ്ഥമാക്കി. അങ്ങനെ ഇൻഫോസിസിന്റെ സഹസ്ഥാപകരിൽ ഒരാളായ SD ഷിബുലാലിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് 2 ബില്യൺ US അഥവാ 16,000 കോടി രൂപയാണ്. PNC മേനോൻ. 1984 തൃശ്ശൂരിലാണ് PNC മേനോൻ ജനിക്കുന്നത്. പോക്കറ്റിൽ 50 രൂപയുമായി ഇന്ത്യ വിട്ട PNC മേനോൻ പിന്നീട് പടുത്തുയർത്തിയത് ഏകദേശം 2.8 ബില്യൺ അഥവാ 23,240 കോടി രൂപയുടെ ആസ്തിയാണ്. 1995 അദ്ദേഹം ബംഗളൂരുവിൽ ഭാര്യ ശോഭയുടെ പേരിട്ട് ശോഭ ഡെവലപ്പേഴ്സ് സ്ഥാപിച്ചു. മിഡിൽ ഈസ്റ്റിൽ പിന്നീട് ശോഭ റിയൽറ്റിയും സ്ഥാപിച്ചു. TS കല്യാണരാമൻ. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമൻ 1947 തൃശ്ശൂരിലാണ് ജനിക്കുന്നത്. പഠനകാലത്ത് തന്നെ കല്യാൺ എന്നു പേരുള്ള ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ അദ്ദേഹം പിതാവിനെ സഹായിക്കാൻ പോയിരുന്നു. ശേഷം വിവാഹ വസ്ത്രങ്ങൾ വാങ്ങുന്നവരുടെ പ്രിയപ്പെട്ട സ്ഥലമായി പിന്നീട് കല്യാൺ മാറുകയായിരുന്നു. ശേഷം ആദ്യത്തെ കല്യാൺ ജ്വല്ലേഴ്സ് തൃശ്ശൂരിൽ ആരംഭിച്ചു. ഇന്ന് 200-ലധികം ജ്വല്ലറി ഷോറൂമുകളാണ് കേരളത്തിനകത്തും പുറത്തുമായി കല്യാണിനുള്ളത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൂടുതൽ പണം സമ്പാദിക്കാനും അതിലൂടെ ജീവിതത്തിൽ മുന്നേറാനും ആഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഹാർട്ട് സർജറിക്കോ അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം പരിക്ക് പറ്റി അതിൻ്റെ സർജറിക്കോ ഒരു 5 ലക്ഷം രൂപ അത്യാവശ്യമായി വന്നാൽ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്നെടുക്കാൻ ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വെറും വൈറൽ പനിക്ക് പോലും 10,000 ചിലവാകും. എന്നാൽ 10,000 ഒന്നും വേണ്ട. നിങ്ങൾക്ക് മാസം ഏറ്റവും കുറഞ്ഞത് ഒരു 300-400 മാറ്റിവെക്കാൻ സാധിക്കുമോ? എന്നാൽ നിങ്ങൾക്ക് 1 കോടി വരെ കവറേജ് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ സ്വന്തമാക്കാം. ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഓൺലൈനായി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യയിലെ തന്നെ വലിയ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് മികച്ചത് ചൂസ് ചെയ്യാനും സാധിക്കും. പുറമെ നിങ്ങൾ ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈൻ വഴി വാങ്ങുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. 30 മിനിറ്റ്സിൻ്റെ ക്ലെയിം സപ്പോർട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ NRI ആണെങ്കിൽ 18% GST ഇളവുമുണ്ട്. കൂടാതെ പ്രഗ്നൻസി കേസുകളിൽ വെയിറ്റിംഗ് പീരീഡ് വെറും 3 മാസം മാത്രമാണുള്ളത്. ഇനിയുള്ള വർഷങ്ങളിൽ ചിലപ്പോൾ പ്രീമിയം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കൂ. സണ്ണി വർക്കി. 1957 ഏപ്രിൽ 9 കേരളത്തിലെ റാന്നിയിലായിരുന്നു സണ്ണി വർക്കിയുടെ ജനനം. 1959 ദുബായിലേക്ക് കുടിയേറിയ സണ്ണിയുടെ അച്ഛനും അമ്മയും രാജകുടുംബത്തിലെ അംഗങ്ങളെ മുതൽ സാധാരണക്കാരായ അറബികളെ വരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. ദുബായിൽ എണ്ണ കണ്ടുപിടിച്ചതോടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ആവശ്യക്കാർ ഏറി. അങ്ങനെ സണ്ണിയുടെ മാതാപിതാക്കൾ 1968 അവർ ഓൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ സ്ഥാപിച്ചു. പിന്നീട് 1980 കുടുംബ സ്കൂളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതാണ് സണ്ണിയുടെ ജീവിതത്തിൽ നിർണായകമായത്.
അങ്ങനെ 2000-ൽ സണ്ണി ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് അഥവാ ജെംസ് സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $3.3 ബില്യൺ അഥവാ 27,390 കോടി രൂപയാണ്. രവി പിള്ള. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു രവി പിള്ളയുടേത്. ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച ഇദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെയാണ് ഇത്രയും വലിയ ബിസിനസ്സുകാരനായി മാറിയത്. 1953-ൽ കൊല്ലം ജില്ലയിലാണ് രവി പിള്ള ജനിച്ചത്. RP ഗ്രൂപ്പിലൂടെയാണ് രവി പിള്ള ഇത്രയും വലിയ ധനികനായി മാറിയത്. ലോണെടുത്ത് തുടങ്ങിയ ആദ്യ കമ്പനി വൻ പരാജയമായിരുന്നു. എന്നാൽ ആ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പിള്ള 1978-ൽ സൗദി അറേബ്യയിലേക്ക് പോയി 150 പേർ അംഗങ്ങളായുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി. എന്നാൽ ഇന്നത് 70,000 നിർമ്മാണ തൊഴിലാളികളുള്ള RP ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് $3.3 ബില്യൺ അഥവാ 27,390 കോടി രൂപയാണ്. ഷംഷീർ വലയിൽ. 1977-ൽ കോഴിക്കോട് ജില്ലയിൽ ജനിച്ച ഷംഷീർ വലയിൽ VPS ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ്. ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ഫാർമസീസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിലും UAEയിലും വൻ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് VPS ഹെൽത്ത് കെയർ. 2007-ലാണ് VPS ഹെൽത്ത് കെയർ ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇന്ന് 20ഓളം ഹോസ്പിറ്റലുകൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നു. കൂടാതെ ഇദ്ദേഹമാണ് MA യൂസുഫ് അലിയുടെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. $3.5 ബില്യൺ അഥവാ 29,000 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത്. ക്രിസ് ഗോപാലകൃഷ്ണൻ. മറ്റൊരു മലയാളി ഇൻഫോസിസ് സഹസ്ഥാപകനാണ് ക്രിസ് ഗോപാലകൃഷ്ണൻ. 1955-ൽ തിരുവനന്തപുരത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഇൻഫോസിസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്നു. ഇദ്ദേഹം മദ്രാസ് IIT-ൽ നിന്ന് 1977-ൽ ഭൗതിക ശാസ്ത്രത്തിൽ MSc-യും 1979-ൽ കമ്പ്യൂട്ടർ സയൻസിൽ MTech-ഉം നേടിയിരുന്നു. 1981-ൽ NR നാരായണമൂർത്തിയും മറ്റ് 5 പേരുമൊത്ത് ഇൻഫോസിസ് സ്ഥാപിച്ചു. ഇന്ന് $3.5 ബില്യൺ അഥവാ 29,000 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. ജോയ് ആലുക്കാസ്. 1956-ൽ ജനിച്ച ജോയ് പ്രശസ്ത ജ്വല്ലറി വ്യാപാരിയായ വർഗീസ് ആലുക്കാസിന്റെ 4ാമത്തെ മകനാണ്. തൃശൂരിൽ തന്റെ അച്ഛൻ ആരംഭിച്ച ഒരു ചെറിയ സ്വർണ്ണാഭരണ കട ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ജോയ് ആലുക്കാസിന്റെ തുടക്കം. തുടർന്ന് 1987-ൽ അബുദാബിയിൽ ജോയ് തന്റെ ആദ്യ ഷോറൂം തുറന്നു. ഏകദേശം അരവർഷത്തിന് ശേഷം അദ്ദേഹം തന്റെ 2ാമത്തെ ഷോറൂം ദുബായിൽ തുറന്നു. 2002-ൽ കോട്ടയത്ത് ഷോറൂം തുറന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചത്. തുടർന്ന് ആ സാമ്രാജ്യത്തിന്റെ പേര് ജോയ് ആലുക്കാസ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഇന്ന് 11 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന വടവൃക്ഷമാണ് ജോയ് ആലുക്കാസ്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് $4.4 ബില്യൺ അഥവാ 36,000 കോടിയിലധികം രൂപയാണ്. MA യൂസുഫ് അലി. 1955 നവംബർ 15-ന് തൃശൂരിലെ നാട്ടികയിലാണ് MA യൂസുഫ് അലി ജനിച്ചത്. കുട്ടിക്കാലത്ത് ഒരു അഭിഭാഷകനാകാനായിരുന്നു യൂസുഫ് അലി സ്വപ്നം കണ്ടത്. എന്നാൽ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹവും ആ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. തന്റെ 16-ാം വയസ്സിൽ യൂസുഫ് അലി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പിതാവിന്റെ പലചരക്ക് കടയിലാണ് തുടക്കം കുറിച്ചത്. 18-ാം വയസ്സിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ സ്വന്തമാക്കി. പിന്നാലെ ദുബായ് ആയിരുന്നു യൂസുഫ് അലിയുടെ ലക്ഷ്യം. അവിടെ ഒരു ഗ്രോസറി ഷോപ്പ് തുടങ്ങാനായിരുന്നു വിമാനം കയറിയത്. അങ്ങനെ 34-ാം വയസ്സിൽ അദ്ദേഹം അബുദാബിയിൽ തന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് $7.6 ബില്യൺ അഥവാ 63,000 കോടിയിലധികം രൂപ ആസ്തിയുമായി MA യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന സ്ഥാനം നിലനിർത്തുകയാണ്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വെറും 300-400 രൂപ മാസം അടച്ചാൽ ഭാവിയിലുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് രക്ഷിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് താരതമ്യം ചെയ്തെടുക്കാം. ഇനിയും സമയം കളയാതെ ഇന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യൂ.